അല്ല ട്രംപ് അണ്ണ, നിങ്ങളുടെ F-35 പൊട്ടിയെന്ന് കേട്ടല്ലോ. ഇല്ല, അത് ഞങ്ങൾ സമ്മതിച്ചു തരൂല. F-35 ഞങ്ങളുടെ അടുത്ത് പൊട്ടൂലല്ലോ. ഞാൻ സമ്മതിച്ചാലല്ലേ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിച്ചു തരൂല. എന്നാ പോട്ടെ. ഇനി എബ്രഹാം ലിങ്കൻ അതും വീണ്ടും, അതായത് ഇവിടെ മാറ്റി സൈഡ് പാർക്ക് ചെയ്തിട്ട് എബ്രഹാം ലിങ്കൻ അടി കിട്ടിയെന്ന് കേട്ടല്ലോ. വീണ്ടും 4 മിസൈൽ എങ്ങനെ വീണുന്നോ വന്നുവെന്നോ ഇല്ല, അത് ഞങ്ങൾ സമ്മതിക്കൂല. ഞാൻ എന്ത് പറയുന്നു, അതായത് ട്രംപായ ഞാൻ എന്ത് പറയുന്നു അതാണ് യുദ്ധം. ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജയിച്ചു, നിങ്ങൾ തോറ്റു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തോറ്റു. വേറെ ഒന്നും ഇവിടെ നടക്കൂല. ഇനി അങ്ങനെ ആരെയും പറഞ്ഞു വന്നാലോ, എൻ്റെ പട്ടാളത്തിൽ തന്നെ അല്ലെങ്കിൽ എൻ്റെ ഡിഫൻസ് ടീമിൽ തന്നെയുള്ള 12 ഡസനോളം ആളുകളെ ഞാനങ്ങ് ഒഴിവാക്കി, ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്താ കഥ അല്ലേ? ഏതാണെങ്കിലും ആദ്യമായിട്ട് അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ആളുകളെ, ഇത്രയും എന്താ പറയുക, ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുന്ന ഡസനോളം വരുന്ന ആളുകളെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടത്. വല്ലാത്ത കഷ്ടം. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും യുദ്ധത്തിൻ്റെ ഗതി എങ്ങോട്ടാണ് പോകുന്നത്. അമേരിക്കക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ യുദ്ധം കൈവിട്ടു പോയിട്ടുള്ള അവസ്ഥ. ഏതാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് 1-2 കാര്യപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ ഈ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം, സപ്പോർട്ട് ചെയ്യാം. കാര്യപ്പെട്ട പോയിന്റുകൾ എന്ന് പറയാനുള്ളത്, അമേരിക്കൻ കപ്പലിന് നേരിട്ടുള്ള ആക്രമണം, US നേവി വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS എബ്രഹാം ലിങ്കൻ ലക്ഷ്യമിട്ട് 4 ഖാദിർ മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ പ്രയോഗിച്ചു എന്നാണ് ഇറാൻ്റെ IRGCയുടെ അവകാശം. എന്നാൽ ഈ കപ്പൽ പ്രത്യേകിച്ച് ഒന്നും പറ്റിയിട്ടില്ല എന്ന് തിരിച്ച് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വീണ്ടും വന്ന് സംസാരിച്ച് പോയിട്ടുണ്ട്. ഈ കപ്പലിലുണ്ടായിരുന്ന F-35 അതുപോലെ തന്നെ F-18 വിമാനങ്ങൾ, അതുപോലെ ടൊമാഹോക്ക് മിസൈലുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് IRGCയുടെ അവകാശം. ഇതൊന്നും നമ്മൾ ഇതുവരെ സമ്മതിച്ച് കൊടുത്തിട്ടില്ല, നമ്മൾ സമ്മതിച്ച ചരിത്രമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ന്യൂസ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അത് മാത്രമല്ല, നമുക്കറിയാം USS ജെറാർഡ് ഫോർഡ് പണ്ടേ അടി കിട്ടി. ജെറാർഡ് ഫോർഡ് കത്തി അമർന്ന് ഗ്രീസിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ അറ്റകുറ്റപ്പണികൾക്ക് പോയതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വാർത്തയും അവിടെ ഉണ്ട്. ഇനി അതൊന്നുമല്ല, രസകരമായിട്ടുള്ള വാർത്ത നമ്മുടെ F-35 മുഞ്ചിപ്പോയ അവസ്ഥയാണ്. F-35 മുഞ്ചിപ്പോയി എന്നുള്ളൊരു വാർത്ത, അങ്ങനെ പറയാൻ പാടുണ്ടോ? സാരമില്ല. F-35 പൊട്ടിച്ചിതറിപ്പോയി എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. വാർത്തയല്ല, വിത്ത് ഫോട്ടോഗ്രാഫ്സ് ആണ് ഇറാൻ്റെ IRGC അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. പേർഷ്യൻ ഗൾഫിലെ കഷെയിം ദ്വീപിൻ്റെ സമീപം യുദ്ധവിമാനം വെടിവെച്ചിട്ടതായിട്ടാണ് IRGC അവകാശപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഈ വാർത്ത അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഇതുപോലെ നിശ്ചയിച്ചിട്ടുണ്ട്. IRGC ഇങ്ങനെ പലതും പറയും, ഞങ്ങൾ സമ്മതിച്ചു തരൂല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4ൻ്റെ ഭാഗമായി ഇറാൻ വൻതോതിൽ മിസൈലുകളും ഡ്രോണുകളും തൊടുത്ത് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തീർന്നു എന്നും പറഞ്ഞിട്ടുള്ള ഇറാൻ ഇതിപ്പോഴും ഒരു തീരലുമില്ല, വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് ഈ ഫോട്ടോസ്. അപ്പം ഈ സെൻട്രൽ കമാൻഡിനോട് ഇറാൻ IRGC അല്ലെങ്കിൽ ഇത് കാണുന്ന ആൾക്കാർക്ക് ചോദിക്കാനുള്ളത്, ഈ കംപ്ലീറ്റ് പാർട്സും എടുത്ത് വെച്ചിട്ട് ഓരോ പാർട്സും ആളുകൾ എന്താ ചെയ്യുന്നത്, F-35ൻ്റെ ഫോട്ടോ എടുത്തിട്ട് അതിലെ പാർട്സുകൾ അതുപോലെ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുക. ഇത് ഓരോ പോർഷനും ഇങ്ങനെ മാർക്ക് ചെയ്ത് വിടുക. ഒക്കെ F-35ൻ്റെ ചിതറിയിട്ടുള്ള ഭാഗങ്ങൾ, അതെല്ലാം കൂടെ കൂട്ടി വെക്കുമ്പോൾ F-35 ആവും. ഇനി അത് നിങ്ങളുടെ F-35 അല്ല എന്ന് അവസാനം വേണമെങ്കിൽ പറഞ്ഞു എന്നുള്ള അവസ്ഥയാണ്. കറക്റ്റാണ്. എല്ലാ ഫോട്ടോസും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 100 കണക്കിൽ ഇതിൻ്റെ ഫോട്ടോസാണ് പല ആംഗിളുകൾ ഈ പറഞ്ഞ ആളുകൾ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു അവസ്ഥയിൽ അമേരിക്കൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച്, ലോകത്തിൽ ആർക്കും തൊടാൻ പറ്റാത്ത F-35. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വേറൊരു F-35 വീണിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വീണിട്ടില്ല, അത് എവിടെ പോയി കടലിലെവിടെ പതുക്കി, അതല്ലെങ്കിൽ തിരിച്ച് ഏതൊരു മിഡിൽ ഈസ്റ്റ് ബേസിലോട്ട് കുത്തി ഇറക്കിയിട്ടുണ്ട് എന്നാണ് കേട്ടത്. ഇനിയൊന്നിനും പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല, പൊട്ടിച്ചെതറി വീണിട്ടുണ്ട്. ഓരോ പാർട്സിലും ഇത് വെച്ചിട്ട് ആൾക്കാർ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇനിയും ഇത് സമ്മതിച്ച് തന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ സമ്മതിച്ചു തരണ്ട. എന്തായാലും ട്രംപ് ഇതൊന്നും സമ്മതിച്ചു തരണ്ട. ട്രംപ് ഇപ്പോൾ 3 ദിവസം യുദ്ധം ജയിച്ചു എന്നും പറഞ്ഞല്ലേ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു പൊട്ടനാണല്ലേ. പൊട്ടനാണോ വേറെ വല്ലതാണോ അറിയില്ല, വല്ലാത്തൊരു അവസ്ഥ. ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആണല്ലോ എന്നുള്ളതാണ് ഇതിന് ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം. ഇത് മാത്രമല്ല, US സൈനിക താവളങ്ങൾ എല്ലായിടത്തേക്കും ഇന്നലെ അടിയോടടിയാണ്. പ്രത്യേകിച്ച് UAE, കുവൈറ്റ്, ജോർദാൻ എല്ലാ സ്ഥലത്തേക്കും ബേസുകളിലോട്ടും ഇന്നലെ ഇറാൻ്റെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കുറവും ഒന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ ടെൽ അവീവിലും ഹൈഫയിലും പ്രധാന നഗരങ്ങളായിട്ടുള്ള ഈ സൈനിക താവളങ്ങളെ ലക്ഷ്യമാക്കിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഇറാൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇറാൻ്റെ ഒരു മിസൈൽ പോയിട്ട് ഇസ്രായേലിലെ ടെൽ അവീവിലെ ഒരു സൈനിക IDFൻ്റെ ഒരു സൈനിക
ബിൽഡിംഗ് തന്നെ കംപ്ലീറ്റ്ലി പൊളിഞ്ഞു വെക്കുന്ന ഒരു വീഡിയോ ഇന്നലെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഹൂത്തികളും ഹിസ്ബുള്ളയും അവരടി അത് വേറെ നടക്കുന്നുണ്ട്. വെറുതെ കണ്ണടച്ചിട്ടുള്ളൊരു മിസൈലിംഗ് അല്ല പ്രാവശ്യം നടന്നത്. ഇപ്പോൾ ഹിസ്ബുള്ളി ഇവരൊക്കെ ചെയ്യുന്നത് പ്രോപ്പർ IDFന്റെ ടാങ്കുകൾ തീർക്കുക, പട്ടാളക്കാർ വരികയാണ് അവന്മാരെ തീർക്കുക, നേരിട്ടല്ല, അല്ല വെറുതെ അവിടെയും ഇവിടെ കണ്ണടച്ചിട്ട് എന്താ പറയുക മിസൈൽ ഇടുന്ന പരിപാടി പ്രാവശ്യം കാണിച്ചിട്ടില്ല. അതാണ് ഇതിൽ ഏറ്റവും സീരിയസ് ആയിട്ട് നമുക്ക് പറയാനുള്ളൊരു കാര്യം. ഇനി ഇതിനേക്കാൾ വലിയൊരു കാര്യം, ഇപ്പം അമേരിക്കൻ്റെ പെൻറ്റഗണിലെ സൈനിക ഉദ്യോഗസ്ഥരെ, ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ ടെർമിനേറ്റ് ചെയ്ത ഒരു അവസ്ഥ നമ്മൾ കണ്ടു. ഇതിൻ്റെ അതായത് തുടക്കം മുതലേ എല്ലാവരും പറയുന്നുണ്ട്, പെൻറ്റഗണിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും മറ്റ് സൈഡിൽ നിന്നാണെങ്കിലും ഈ യുദ്ധത്തിനെ എതിർക്കുന്ന 70% ഓഫ് അമേരിക്കൻസ് ആണുള്ളത് യുദ്ധത്തിന് എതിർക്കുന്നത്. ഈവൻ ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ പോലും അല്ലെങ്കിൽ ട്രംപിൻ്റെ ഈ ഒരു ഗ്രൂപ്പിൽ പോലും ആളുകൾ ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പല സൈനിക ഉദ്യോഗസ്ഥരും വന്നതിന് മുമ്പ് ട്രംപിന് വാണിംഗ് കൊടുത്തിട്ടുണ്ട്, യുദ്ധം നമ്മൾ തോൽക്കും, നമ്മൾ പോവരുത്, നമ്മൾ പ്ലാൻഡ് അല്ല അല്ലെങ്കിൽ വെൽ പ്ലാൻഡ് അല്ല, ഇതുപോലത്തെ ഒരു യുദ്ധം ചെയ്യാനുള്ള ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുടക്കം മുതൽ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം ഇത്. അതായത് പെൻറ്റഗണിലെ ഉന്നത ഉദ്യോഗസ്ഥരെ പുറത്താക്കിക്കൊണ്ടാണ് ട്രംപ് ഭരണകൂടത്തിൻ്റെ പുതിയ അഴിച്ചുപണി നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധം നടക്കുന്നതിനിടയ്ക്ക് ഇത്രയും വലിയ അഴിച്ചുപണി ഉണ്ടെങ്കിൽ ഇത്രയും ആളുകൾ, നിങ്ങൾ കണ്ട ഈ ആളുകളൊക്കെ യുദ്ധത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുന്ന ആളുകളായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, അതായത് ആൻറ്റി ടെററിസ്റ്റ് ഡയറക്ടർ കഴിഞ്ഞ ദിവസം സ്വയം രാജിവെച്ച് പുറത്തിറങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ യുദ്ധമല്ല, ഇത് ട്രംപിന് വേണ്ടി മാത്രം നടത്തുന്ന യുദ്ധമാണ് എന്നും പറഞ്ഞ് പുള്ളി പുറത്തോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സറ്റ് ആണ് മുതിർന്ന ജനറൽമാരായിട്ടുള്ള ഡേവിഡ് ഹോഡ്ഗെ, അതുപോലെ തന്നെ വില്യം ഗ്രീൻ ജൂനിയർ, ആർമി ചീഫ് റാൻഡി ജോർജ് എന്നിവരെ പുറത്താക്കി. കൂട്ടത്തിൽ മറ്റ് 10ഓളം പേരെയും കൂടെ പുറത്താക്കിയിട്ടുണ്ട്. അമേരിക്കൻ സൈന്യത്തിൻ്റെ ഉന്നത നേതൃത്വത്തിലെ വലിയ മാറ്റങ്ങൾ വരുത്താനാണ്. എന്നിട്ട് ഇവർക്ക് അല്ലെങ്കിൽ ഇവരുടെ ബിസിനസ്സുകാരന്മാതിരി ഓരോ പൊട്ടന്മാരെ കൊണ്ട് ഇരുത്തുക, അല്ലെങ്കിൽ ട്രംപ് പറഞ്ഞ് കേൾക്കുമ്പം ഒരു കോമാളികളെ പോലെ ചാടി കളിക്കാൻ പറ്റുന്ന കുറേ എണ്ണത്തിന് ഇരുത്തുക എന്നുള്ളതായിരിക്കും അമേരിക്ക തൊലയട്ടെ എന്നുള്ള അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതെന്തുകൊണ്ട് ആണ് എന്ന് പറയുമ്പം വിശ്വസ്തതയ്ക്ക് മുൻഗണന കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഭരണകൂടത്തോടുള്ള പൂർണ്ണമായ വിശ്വസ്തത, ലോയൽറ്റി ട്രംപ് സർക്കാർ മുൻഗണന നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് അതില്ലാതെ ഇതിനോട് വിയോജിപ്പുള്ള ആളുകളെയാണ് ഞങ്ങൾ പുറത്താക്കുന്നത്. ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്ത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളായിട്ടുള്ള സ്റ്റേറ്റ് സെക്രട്ടറിമാർ തുടങ്ങിയ ഉന്നത പദവിയിലിരുന്ന പല ആൾക്കാരെയും മാറ്റിയ ചരിത്രം മുന്നിലുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഇത്രയും വലിയൊരു അഴിച്ചുപണി ആദ്യമായിട്ടാണ്. അതൊരു ബിസിനസ് ശൈലി, കോർപ്പറേറ്റ് സെക്ടർ എങ്ങനെ വർക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് ഒരുപാട് കോർപ്പറേറ്റ് സെക്ടറിൽ വർക്ക് ചെയ്ത ആളുകളാണ്. പെട്ടെന്നായിരിക്കും ടെർമിനേഷൻ ലെറ്റർ അടിച്ച് തരിക, 3 months നോട്ടീസ് ഇങ്ങോട്ട് വന്ന് തരും, 3 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് പോവാം. അതല്ലെങ്കിൽ പെട്ടെന്ന് 3 മാസം സാലറി ഞങ്ങൾ അങ്ങോട്ട് തരാം, നിങ്ങൾ പൊക്കോളൂ, നിങ്ങൾ വീട്ടിൽ പൊക്കോ, ഏതാ ജോലി നോക്കിക്കോ എന്നും പറഞ്ഞിട്ട് ഉന്നത ഹൈ എൻഡ് സാലറി വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ എപ്പോഴും പുറത്ത് വിടാറുണ്ട്. അത് ഒരു കോർപ്പറേറ്റ് സ്റ്റൈലാണ്. അപ്പം ട്രംപിനെ സംബന്ധിച്ച് എന്താ, ഒരു ബിസിനസ്സുകാരാണ്, ഒരു കോർപ്പറേറ്റ് ശൈലിയിൽ രാജ്യം ഭരിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് വിഡ്ഢിത്തങ്ങളൊക്കെ പറ്റും, ഇതുപോലത്തെ തകർച്ചകൾ പറ്റും. ആ തകർച്ചയിൽ കൂടെയാണ് ഇപ്പോൾ അമേരിക്ക പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ തകർച്ച പോകുന്നത് ട്രംപ് പറയുന്ന കാര്യങ്ങൾക്കെതിരെ നിൽക്കുന്നത്, ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ ഉപദേഷ്ടാക്കളാണെങ്കിൽ അല്ലെങ്കിൽ സൈനിക ഉദ്യോഗസ്ഥരാണെങ്കിൽ അവന്മാരെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ അവന്മാരെ മാറ്റിയിട്ട് വേറെ അവന് തോന്നിയ ശിങ്കിടികളെ കൊണ്ടിരുത്തുക എന്നുള്ള ശൈലിയാണ്, കോർപ്പറേറ്റ് ശൈലിയിലാണ് ഇപ്പോൾ അമേരിക്ക അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് പോകുന്നതെന്നാണ് ആളുകൾ വിലയിരുത്തുന്നത്. അതായത് ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം നടത്തുന്നത് പോലെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ് അമേരിക്കൻ ഭരണകൂടത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ട്രംപ് ഭരണകാലത്ത് മുമ്പുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഹൈ എൻഡ് വേർഷനിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പം ആ യുദ്ധത്തിൻ്റെ ചുക്കാൻ പിടിക്കേണ്ട ആൾക്കാരെയാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചാൽ മതി, ട്രംപിന് ആ തോൽവി മണത്ത ട്രംപിൻ്റെ പേടിയാണ്, എന്ത് ചെയ്യണം എന്നറിയാണ്ട് എന്തൊക്കെയോ കുറേ അവിടുന്ന് ആളുകളെ വിളിക്കുന്നു, ഇവിടുന്ന് ആളുകളെ മാറ്റുന്നു എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പം അത് പോകുന്നത്. ഇതാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള, ഇതൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഈ യുദ്ധത്തിൻ്റെ ഒരു ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ. ചിന്തിച്ച് നോക്കും നിങ്ങൾ, ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. ഒരു യുദ്ധം നടക്കുമ്പോൾ നെതന്യാഹു യുദ്ധം നടത്തുന്നത്, നെതന്യാഹു ഇത്തരത്തിലുള്ള ഇതിൽ പെടാണ്ടിരിക്കാൻ, വിചാരണയിൽ പെടാണ്ടിരിക്കാൻ, മറ്റൊരു എന്താ പറയുക ഒരു ഇലക്ഷൻ വരാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഒരാൾ അവിടെ യുദ്ധം നടത്തുന്നത്. ഒരാൾ ഇവിടെ യുദ്ധം നടത്തി തോൽക്കും എന്നുറപ്പുള്ളതുകൊണ്ട് ആളുകളെ മാറ്റി ബാക്കിയുള്ള ആൾക്കാരെ കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഇനി ടെലവീവിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ള ചില മിസൈൽ ആക്രമണത്തിനെ പറ്റി നമുക്ക് പറയാം. മറ്റൊരു അപ്ഡേറ്റ് ആണിത്. ടെലവീവിൽ എയറോസ്പേസ് നിർമ്മാണശാലയ്ക്ക്, എയറോപ്ലെയിൻ മാനുഫാക്ചറിങ് പ്ലാന്റിന് നേരെ ഇറാൻ്റെ ശക്തമായിട്ടുള്ള ആക്രമണം ഇന്നലെ ഉണ്ടായിട്ടുണ്ട്.
ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ ഇറാൻ സ്റ്റേറ്റ് മീഡിയ പ്രസ് TV ആണ് പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. ദൃശ്യങ്ങൾ പ്രകാരം ഈ മേഖലയിൽ വലിയ നാശനഷ്ടങ്ങൾ കരുതപ്പെടുന്നുണ്ട്. ഇതാണ് അതിൻ്റെ വിഷ്വൽസ് ആയിട്ട് വരുന്നത്. ഈ വാർത്തയെക്കുറിച്ച് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല, പ്രതികരണം ഉണ്ടാവാറില്ല. ഇറാൻ പുറത്തുവിട്ട ദൃശ്യങ്ങൾ ഇത് തന്നെ സത്യാവസ്ഥ ഇസ്രായേൽ സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഇറാൻ പുറത്തുവിട്ടതാണ്. ഇറാൻ പുറത്തുവിട്ടത് വെറുതെ ഇറാൻ ഇതുവരെ ഒന്നും പുറത്തുവിട്ടിട്ടില്ല. ഇറാൻ പുറത്തുവിടാൻ ആണ് ഇറാൻ ആണ് ഞങ്ങൾ ഇതുപോലെയാണ് പണി തരാൻ പോകുന്നത്. കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞ അവിടെ പണി കൊടുക്കാറുണ്ട്. ഇങ്ങനെയാണ് ഇറാൻ ചെയ്യാറുള്ളത്. നടന്ന കാര്യങ്ങളും അല്ലെങ്കിൽ മരിച്ചു പോയിട്ടുള്ള പട്ടാളക്കാരുടെ ഡീറ്റെയിൽസോ പരിക്ക് പറ്റിയവരുടെ ഡീറ്റെയിൽസോ പുറത്തുവിടാത്തത് ഇസ്രായേലും അമേരിക്കയും തന്നെയാണ്. അത് ആ ഒരു കൊല എന്താ പറയുക, ഒരു ജന്മനുള്ള ഇതുണ്ടല്ലോ, ആ ഒരു കള്ളത്തരും ആ ഒരു വിശ്വാസ്യത ഇല്ലാത്ത ആ ഒരു പരിപാടികൾ, ചെറ്റത്തരമൊക്കെ അത് കാണിക്കുന്ന അവന്മാരത് കാണിക്കുന്നുണ്ട്. അപ്പം ഈ വാർത്തയിൽ പ്രത്യേകിച്ച് ഇതില്ലെങ്കിലും കറക്റ്റായിട്ട് IRGC ഇതില്ലെങ്കിൽ ഇറാൻ്റെ പ്രസ് TV ഇതിൽ കറക്റ്റായിട്ട് വിത്ത് പ്രൂഫ് വീഡിയോസ് ആണ് ഇപ്പോൾ പുറത്തോട്ട് വന്നിട്ടുള്ളത്. ടെല്ലവീവിലും പരിസര പ്രദേശത്തും നേരെ ഇറാനിൽ നിന്നും സഖ്യകക്ഷികളിൽ നിന്നും വൻതോതിൽ, അതായത് ഇറാനും ഇറാൻ്റെ സഖ്യകക്ഷികളിൽ നിന്നും വൻതോതിൽ മിസൈൽ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുണ്ട്. ഇന്നലെയൊക്കെ ഒരു ഓപ്ഷനും ഇല്ലാണ്ട് ഇറാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇറാനിൽ ഇന്നലെ വലിയൊരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇറാനിലെ ഏറ്റവും വലിയ പാലം തകർക്കപ്പെട്ടിട്ടുണ്ട്. ആ പാലം തകർക്കപ്പെട്ടു. അപ്പം തന്നെ IRGC അതിനുള്ള റിപ്ലൈ കൊടുത്തു. അതെ, പാലമൊക്കെ തകർക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഇതിനേക്കാൾ വലിയ പാലം, അതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള പാലം അതേ സ്ഥലത്ത് ഞങ്ങൾ ഇത് നിർമ്മിക്കാൻ പോവുകയാണ് എന്നുള്ള പ്രസ്താവനയും കൂടെ ഇറാൻ മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ അപ്ഡേറ്റുകളായിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മൾ വിട്ട ചെറിയ കാര്യങ്ങൾ, അതായത് ഒരുപാട് ഡ്രോണുകൾ MQ-9 പോലത്തെ ഒരുപാട് ഡ്രോണുകൾ തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഇറാൻ്റെ പട്ടാളം. അതായത് അമേരിക്ക തൊടുത്ത് വിടുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ തൊടുത്ത് വിടുന്ന പല പരിപാടികളും പാളിപ്പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഈ ഒരു അവസ്ഥയിൽ. ഇങ്ങനെ തന്നെ യുദ്ധം പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ടെല്ലവീവിൽ ബോംബ് വിടാത്ത സ്ഥലങ്ങളിൽ വരെ അടുത്ത ക്ലസ്റ്റർ ബോംബുകളും മിസൈലുകളും പതിച്ചു തുടങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ രാജ്യത്ത് പെട്രോളിന് വില കൂടി എന്ന് പറഞ്ഞാൽ ഷെല്ലിലൊക്കെ 7 രൂപ പെട്രോളിനും 25 രൂപ ഡീസലിനും വെച്ചിട്ടൊക്കെ കൂട്ടുന്നത്. ഏതായാലും നമ്മുടെ രാജ്യത്ത് പ്രതിസന്ധിയൊന്നും ഇല്ല കേട്ടോ. ഊർജ്ജ പ്രതിസന്ധിയും അല്ലെങ്കിൽ ഓയിൽ പ്രതിസന്ധിയൊന്നും ഇല്ല, അങ്ങനെ ഇല്ല എന്ന് പറയാനാണ് നമ്മുടെ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ പറയാണ്. പക്ഷേ പെട്രോൾ അടിക്കാൻ പോകുമ്പം പൈസ കൂട്ടി വെച്ചോളുണ്ട് കേട്ടോ. 100 അടിച്ചോല് 107 അല്ലെങ്കിൽ 107 അടിച്ചോല് 127 അടിക്കാൻ റെഡി ആയിട്ട് പോയാൽ മതി. രാജ്യത്ത് ഊർജ്ജ പ്രതിസന്ധിയൊന്നും ഇല്ല കേട്ടോ. ശരിയപ്പോൾ.